Okay. In Module 1, the first topic is General Introduction of Quantity Surveying. അപ്പോൾ ആദ്യം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓരോന്നും വായിച്ചിട്ട് അതെങ്ങനെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, സോ ബിഫോർ ടേക്കിംഗ് അപ്പ് എനി വർക്ക് ഫോർ ഇറ്റ്സ് എക്സിക്യൂഷൻ, the owner or builder should have a thorough knowledge about the volume of work that can be completed within the time limit of his fund or probable cost or may be required to complete the proposed work. സോ നമ്മൾ ഒരു പ്രപ്പോസ്ഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എക്സിക്യൂഷന് മുന്നേ അതിൻ്റെ ഓണർക്ക്, ആ ഒരു വർക്ക് ചെയ്യാൻ പോകുന്ന ഓണർക്ക് തറഫ് നോളജ് ഉണ്ടായിരിക്കണം എബൌട്ട് ദ വോളിയം ഓഫ് വർക്ക്. എത്രത്തോളം അതിന് വർക്ക് വരുന്നുണ്ട്, എത്ര ടൈമിനുള്ളിൽ അത് ചെയ്ത് തീർക്കാൻ പറ്റും, എത്ര ഫണ്ട് അതിന് വേണം, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഒരു കംപ്ലീറ്റ് നോളജ് അതിൻ്റെ ഓണർക്ക് ഉണ്ടായിരിക്കണം. It is therefore necessary to prepare the probable cost or estimate for the proposed work from its plan and specification. അപ്പോൾ നമ്മൾ പ്രോബബിൾ കോസ്റ്റ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കുന്നത് അതിൻ്റെ പ്ലാനിൽ നിന്നും സ്പെസിഫിക്കേഷനിൽ നിന്നുമാണ്. അപ്പം പ്ലാനൊക്കെ നിങ്ങൾ മുമ്പ് വരച്ചിട്ടുണ്ടല്ലോ, കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെയൊക്കെ പ്ലാൻ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഡ്രോയിങ് ചെയ്തപ്പോൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വർക്കിൻ്റെ എത്രത്തോളം എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതിൻ്റെ റേറ്റ് എത്രയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ അറിയാം. അപ്പോൾ അത് ചെയ്യാൻ നേരത്ത് നമ്മൾ അതിൻ്റെ പ്ലാനും സ്പെസിഫിക്കേഷനും വെച്ചിട്ടാണ് ആ ഒരു വർക്കിന് എത്രത്തോളം എമൗണ്ട് വരുമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പം ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ ക്വാണ്ടിറ്റി സർവേയിങ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ മതി, നിങ്ങളിപ്പോൾ ഒരു വീടുണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഓരോരുത്തർക്കും ഓരോ ഡ്രീംസ് ആയിരിക്കും, ചെറുത് വലുത് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പം നിങ്ങളെന്താ ചെയ്യുക, നിങ്ങളുടെ വീടിന് എത്ര റേറ്റ് ആവും. ഇപ്പോൾ നിങ്ങളൊരു വീട് വെക്കാൻ പോവുകയാണെങ്കിൽ അതിന് എത്രത്തോളം വർക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ചിലത് സിംഗിൾ സ്റ്റോറീഡ് ആയിരിക്കും, ചിലത് ഡബിൾ സ്റ്റോറീഡ് ആയിരിക്കും, അങ്ങനെയൊക്കെ ഇല്ലേ. അപ്പോൾ അതിനനുസരിച്ച് വോളിയം ഓഫ് വർക്ക് മാറും. അതേപോലെ ഇത്ര സമയത്തിനുള്ളിൽ അത് ചെയ്ത് തീർക്കണം എന്ന് നിങ്ങൾക്ക് ഉണ്ടാവും. അതേപോലെ ഇത്ര എമൗണ്ടിനുള്ളിൽ ചെയ്ത് തീർക്കണം എന്നൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ആണ് എടുക്കുന്നത്. ഈ പ്രപ്പോസ്ഡ് പ്ലാനിൽ നിന്നൊക്കെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കുക. അങ്ങനെയാണ് നമ്മൾക്ക് എന്ത് ചെയ്യുക, നമ്മൾക്ക് ഇതിനെ പറ്റിയുള്ള നോളജൊക്കെ നമ്മൾ മനസ്സിലാവാം. അതിന് വേണ്ട ടൈം, അതിന് വേണ്ട വോളിയം ഓഫ് വർക്ക്, അതിന് വേണ്ട എമൗണ്ട് ഒക്കെ. ഓക്കെ, ഓൺ ദി അതർ ഹാൻഡ്, to estimate how much a civil engineering project may cost, the actual quantities of materials, labor, equipment, etc. needed for the construction work must be calculated at the beginning. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ, ബിഗിനിങ്ങിൽ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെക്കും എത്രത്തോളം ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽ വേണം, ഏതൊക്കെ ലേബർ വേണം, എത്ര ലേബർ വേണം, എത്രത്തോളം എക്യുപ്മെൻറ്റ്സ് വേണം, എത്ര എമൗണ്ട് വേണം. അതൊക്കെ നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ബിഗിനിങ്ങിലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. Such works of calculating the amount of materials and other incidental necessary for the realization of the work is called quantity surveying. ഇപ്പോൾ ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറഞ്ഞാൽ അതാണ്, എന്താണ്, കാൽക്കുലേറ്റിംഗ് ദ എമൗണ്ട് ഓഫ് മെറ്റീരിയൽസ്. നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കിൻ്റെ എമൗണ്ട് ഓഫ് മെറ്റീരിയൽസ് എത്ര വേണമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ വേറെ നെസസറി ആയിട്ടുള്ള വർക്ക്സ് ഒക്കെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ജനറലി അതാണ് ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറയുന്നത്. So quantity survey is a schedule of quantities of all the items of work in a building. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇതിപ്പോൾ ഞാൻ രണ്ടാമത് എഴുതിയതാണ്, അപ്പം കുറച്ചിങ്ങനെ താഴെ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്, ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു കുഞ്ഞു ഡെഫിനിഷൻ പോലെ പറയുന്നതാണ്. ക്വാണ്ടിറ്റി സർവേ ഈസ് എ ഷെഡ്യൂൾ ഓഫ് ക്വാണ്ടിറ്റീസ് ഓഫ് ഓൾ ദി ഐറ്റംസ് ഓഫ് വർക്ക് ഇൻ എ ബിൽഡിംഗ്. ഇപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഐറ്റംസ് ഓഫ് വർക്കിൻ്റെയും ക്വാണ്ടിറ്റീനെ പറ്റിയുള്ളൊരു ഷെഡ്യൂളാണ് ക്വാണ്ടിറ്റി സർവേയിങ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. എല്ലാ മെറ്റീരിയൽസിൻ്റെയും ക്വാണ്ടിറ്റി നമ്മൾ അറിഞ്ഞിരിക്കും. ഇപ്പോൾ അറിയാലോ, ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു വർക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസിൻ്റെയും അല്ലെങ്കിൽ അതർ ഇൻസിഡൻ്റൽ നെസസറി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ക്വാണ്ടിറ്റീസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതാണ് ക്വാണ്ടിറ്റി സർവേയിങ്. ജസ്റ്റ് സിംപ്ലി പറയുകയാണെങ്കിൽ, ഈ കറക്റ്റ് ഒരു ഡെഫിനിഷൻ പോലെ പറയുകയാണെങ്കിൽ ഇതാണ് കേട്ടോ, ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഡെഫിനിഷനാണ് ഇനി പറയാൻ പോണത്. അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ എക്സാമിന് ഡിഫൈൻ ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് എഴുതേണ്ടത്. ക്വാണ്ടിറ്റി സർവേയിങ് is a term or process used in the construction industry
to take measurements of civil works, prepare specifications, and estimate the cost of work either for each trade of works or for the whole project. Okay. ഇപ്പോൾ ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് വെച്ചാൽ ഒരു പ്രോസസ്സാണ് അല്ലേ. നമ്മളൊരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ മെഷർമെൻറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് സിവിൽ വർക്ക്സിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കുക, അതിന് വേണ്ട മെറ്റീരിയൽസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കാനുള്ള അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മെഷർ ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം പിന്നെ വരുന്നതാണ് ക്വാണ്ടിറ്റി സർവേയിങ്ങും എസ്റ്റിമേറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. ഇപ്പോൾ ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് വെച്ചാൽ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അതായത് ആ കൺസ്ട്രക്ഷൻ വർക്ക്സിന് വേണ്ട എല്ലാ ക്വാണ്ടിറ്റീസ്, മെറ്റീരിയൽസ്, ലേബേഴ്സ്, എക്യുപ്മെൻറ്റ്സ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളുടെയും ഡാറ്റാസൊക്കെ കളക്ട് ചെയ്യുക, മെഷർ ചെയ്യുക, അതൊക്കെയാണ് ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറയുന്നത്. എസ്റ്റിമേറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ അതിൽ മെയിനായിട്ട് എമൗണ്ടാണ് കാണിക്കുന്നത്. അതിന് അതായത് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലോ, മെറ്റീരിയൽ. ഇപ്പം നമ്മൾ വീടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളം മെറ്റീരിയൽസ് വേണം, എത്ര ലേബർ വേണം, ഏതൊക്കെ എക്യുപ്മെൻറ്റ്സ് വേണം, ആ ഡാറ്റാസൊക്കെ ക്വാണ്ടിറ്റി സർവേയിൽ വരുന്നതാണ്. നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ച് വെച്ചതാണ്. എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ അപ്പം നമുക്ക് കിട്ടി എത്ര ലേബർ വേണം, എന്തൊക്കെ വേണമെന്ന് കിട്ടി. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന് വേണ്ട എമൗണ്ട് കണ്ടുപിടിക്കും അല്ലേ. മെറ്റീരിയൽസിന് ഇപ്പം ഒരു എമൗണ്ട് ആയിരിക്കും, അതായത് സിമൻറ്റ്, സാൻഡ്, അതിനൊക്കെ റേറ്റ് മാറിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അതിനൊരു എമൗണ്ട് ആയിരിക്കും. അതിന് ശേഷം ലേബേഴ്സിന് നിങ്ങൾക്ക് തന്നെ അറിയാം, ഓരോരോ ടൈപ്പ് ലേബർ ഇല്ലേ. ഇപ്പം വുഡ് വർക്ക് ചെയ്യാനൊരാൾ, ബ്രിക്ക് വർക്ക് ചെയ്യാനൊരാൾ, സ്റ്റീൽ വർക്ക് ചെയ്യാനൊരാൾ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഓരോ ലേബേഴ്സിനും റേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അതേപോലെ ഓരോ എക്യുപ്മെൻറ്റിനും റേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ക്വാണ്ടിറ്റീസാണ്. ആ ക്വാണ്ടിറ്റീസ് വെച്ചിട്ട് നമ്മൾ എത്രത്തോളം കോസ്റ്റ് വരുന്ന കണ്ടുപിടിക്കുക, അതാണ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്, ക്വാണ്ടിറ്റി സർവേയിങ്ങും എസ്റ്റിമേഷനും. അപ്പം ഇവിടെ എസ്റ്റിമേഷൻ എന്താ എഴുതിയേക്കുന്നതെന്ന് നോക്കാം. ആൻ എസ്റ്റിമേറ്റ് for any construction work may be defined as the process of calculating the quantities and cost of the various items required in connection with the work. കണ്ടോ, കോസ്റ്റ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എസ്റ്റിമേറ്റിൽ നമ്മൾ മെയിനായിട്ട് കോസ്റ്റാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ. അപ്പം എസ്റ്റിമേറ്റ് എന്ന് പറയുന്നതും ഈ ക്വാണ്ടിറ്റി സർവേയിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചിട്ടാണ് അതിൽ നിന്നാണ് നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ. അപ്പം എസ്റ്റിമേഷൻ എന്ന് വെച്ചാൽ മെയിനായിട്ട് കോസ്റ്റ് അല്ലെങ്കിൽ എമൗണ്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് രണ്ടും തമ്മിലുള്ളൊരു ഡിഫറൻസ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ കാൽക്കുലേറ്റിംഗ് ദ ക്വാണ്ടിറ്റീസ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യും. ക്വാണ്ടിറ്റീസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക എന്ന് വെച്ചാൽ ഫ്രം ദ ഡയമെൻഷൻ ഓൺ ദ ഡ്രോയിങ്സ് ഫോർ വേരിയസ് ഐറ്റംസ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ പ്രോജക്റ്റ്. അപ്പം നമുക്ക് ഡ്രോയിങ്സിൽ നിന്നാണ് നമുക്ക് ക്വാണ്ടിറ്റി കിട്ടുക, അതായത് നമുക്ക് പ്ലാനിൽ നിന്നാണ് ക്വാണ്ടിറ്റി കിട്ടുക. നമ്മൾ പ്ലാൻ വരച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു റൂമാണെങ്കിൽ അതിൻ്റെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റൊക്കെ അറിയാമല്ലോ. അപ്പം അത് വെച്ചിട്ടാണ് ഓരോ ഐറ്റം ഓഫ് വർക്കിനും വേണ്ട ക്വാണ്ടിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് കൂടുതലായിട്ടിപ്പം നമ്മൾ അടുത്ത മൊഡ്യൂൾസിൽ പഠിക്കുമല്ലോ. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡ്രോയിങ്സിൽ നിന്നാണ് ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി കിട്ടും. ആ ക്വാണ്ടിറ്റീനെ യൂണിറ്റ് കോസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് അതിന് വേണ്ട ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ റേറ്റ്, എത്ര കോസ്റ്റ് വരും ആ ഒരു ഐറ്റം ഓഫ് വർക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതാണ് എസ്റ്റിമേറ്റ്. ഓക്കെ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ കാൽക്കുലേറ്റിംഗ് ദ ക്വാണ്ടിറ്റീസ് from the dimension on the drawings for the various items required to complete the project and multiplied by unit cost of the item concerned. ഓക്കെ. അപ്പോൾ എന്താണ്, നമ്മൾ ഡ്രോയിങ്സിൽ നിന്ന് നമ്മൾ ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യും. ഓരോ വർക്കിനും വേണ്ട ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യും. അതിനെ എന്നിട്ട് നമ്മൾ യൂണിറ്റ് കോസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ യൂണിറ്റ് കോസ്റ്റൊക്കെ എത്രയാണെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. റേറ്റ് അനാലിസിസിനൊക്കെ നമുക്ക് തരും കേട്ടോ. അത് വെച്ച്, അതായത് നമുക്ക് കോസ്റ്റ് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഓരോ തവണയും കോസ്റ്റ് മാറില്ലേ. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് 2016 റേറ്റ് ബുക്കാണ്. അപ്പം ഇപ്പം പണ്ടത്തെ വിലയല്ലല്ലോ. ഇപ്പം സിമെൻറ്റിനും ഒക്കെ റേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. പണ്ടുള്ള റേറ്റ് അല്ല ഇപ്പോൾ. ഇപ്പം നമ്മൾ കറൻ്റ്ലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ റേറ്റ് എത്രയാണോ അത് വെച്ചിട്ടായിരിക്കും കേട്ടോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ. അതൊന്നും ഇപ്പോൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കണ്ട. ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ജസ്റ്റ് ഈ തിയറി പഠിച്ചു പോയാൽ മതി. പിന്നെ ഫർദർ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് ജസ്റ്റ് ക്വാണ്ടിറ്റി സർവേ എസ്റ്റിമേറ്റ്. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ, ഒരു ചെറിയ പോർഷൻ കൂടിയുണ്ട്. ടു പ്രിപ്പയർ ആൻ എസ്റ്റിമേറ്റ്, നമ്മൾ ഇപ്പോൾ പറഞ്ഞു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ വേണം? ഡ്രോയിങ്സ് കൺസിസ്റ്റ് ഓഫ് ദി പ്ലാൻ ഉണ്ടായിരിക്കണം, പിന്നെ സെക്ഷൻ ഉണ്ടായിരിക്കണം, എലിവേഷൻ ആൻഡ് സെക്ഷൻ ത്രൂ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സിൽ കൂടിയുള്ള എലിവേഷൻ സെക്ഷൻ ഉണ്ടായിരിക്കണം, അലോങ് വിത്ത് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ ഗീവിങ് സ്പെസിഫിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഓൾ വർക്ക്മാൻഷിപ്പ് പ്രോപ്പർട്ടീസ് ആൻഡ് പ്രൊപ്പോർഷൻ ഓഫ് ദ മെറ്റീരിയൽസ് ആർ റിക്വയർഡ്. ഇപ്പോൾ നമുക്ക് ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഡ്രോയിങ് വേണം, ഇൻക്ലൂഡിങ് പ്ലാൻ, എലിവേഷൻ, സെക്ഷൻ, അതിൻ്റെ കൂടെ സ്പെസിഫിക്കേഷൻ. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് ക്വാണ്ടിറ്റി സർവേയിങ് എന്താണെന്ന് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഓക്കെ, സോ ദ ഫോളോയിങ് ടാസ്ക്സ് ആർ കവേർഡ് ഇൻ ക്വാണ്ടിറ്റി സർവേ. ഇപ്പോൾ ക്വാണ്ടിറ്റി സർവേയിൽ വരുന്ന മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ഇതാണ്. ഒന്ന്, പ്രിപ്പറേഷൻ ഓഫ് സ്പെസിഫിക്കേഷൻ. ഇപ്പം ക്വാണ്ടിറ്റി സർവേയിൽ നമ്മളിതൊക്കെയാണ് ചെയ്യുക. പ്രിപ്പറേഷൻ ഓഫ് സ്പെസിഫിക്കേഷൻ, ദെൻ ടേക്കിംഗ് മെഷർമെൻറ്റ്സ് ഓഫ് സിവിൽ വർക്ക്. അപ്പോൾ സ്പെസിഫിക്കേഷൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സിവിൽ വർക്കിൻ്റെ മെഷർമെൻറ്റ്സ് നമ്മളെടുക്കും. അത് നമ്മൾ ഈ പ്ലാൻസിൽ നിന്ന് ഇപ്പോൾ എടുക്കും നമ്മൾ പറഞ്ഞില്ലേ. ദെൻ പ്രിപ്പറേഷൻ ഓഫ് അപ്രോക്സിമേറ്റ് ഓർ പ്രിലിമിനറി കോസ്റ്റ് എസ്റ്റിമേറ്റ് അറ്റ് ദ വെരി ഏർലി സ്റ്റേജ് ഓഫ് ദി പ്രോജക്റ്റ്. അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു പ്രിലിമിനറി കോസ്റ്റ് എടുക്കും. റഫായിട്ട് ഏകദേശം എത്രയാകും എന്നുള്ളതൊക്കെ നമ്മൾ നോക്കും. അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിൽ പ്രിപ്പയർ ചെയ്യും. പ്രിപ്പറേഷൻ ഓഫ് ഡീറ്റെയിൽഡ് കോസ്റ്റ് എസ്റ്റിമേറ്റ് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ആൻഡ് ഫൈനലി വാലുവേഷൻ ഓഫ് ദി പ്രോപ്പർട്ടി. ഇത്രയാണ് മെയിനായിട്ട് ക്വാണ്ടിറ്റി സർവേയിങ്ങിൻ്റെ ടാസ്കുകൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? സ്പെസിഫിക്കേഷൻസ് പ്രിപ്പയർ ചെയ്യും. അതിനുശേഷം ഈ പറഞ്ഞ പോലെ നമ്മൾ ഡ്രോയിങ്സിൽ നിന്നെല്ലാം നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കും വർക്കിൻ്റെ. അതിനുശേഷം ഒരു പ്രിലിമിനറി കോസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രിലിമിനറി എസ്റ്റിമേറ്റ് എടുക്കും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എടുക്കും. ആൻഡ് ദെൻ ഫൈനലി വാലുവേഷൻ ഓഫ് ദി പ്രോപ്പർട്ടി. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് പർപ്പസ് ഓഫ് എസ്റ്റിമേറ്റ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് വൺ, ടു അസർട്ടൻ ദ നെസസറി എമൗണ്ട് ഓഫ് മണി റിക്വയർഡ് ബൈ ദി ഓണർ ടു കംപ്ലീറ്റ് ദ പ്രപ്പോസ്ഡ് വർക്ക്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ് നമ്മുടെ പർപ്പസ് എന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് മണി, ഈ ഓണർക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഈ വർക്ക് കംപ്ലീറ്റ് ആക്കാനുള്ള എമൗണ്ട് ഓഫ് മണി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എസ്റ്റിമേറ്റ് ചെയ്യും അല്ലേ? ഇപ്പം ഇൻ കേസ് നമ്മൾ എസ്റ്റിമേറ്റ് എടുത്തു, എമൗണ്ട് കൂടിപ്പോയി. ഇപ്പോൾ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ തന്നെ ഓണർക്ക് ഒരു 10 lakhs വീടൊക്കെ വേണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഇയാളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കി, പക്ഷേ അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ അത് 15 lakh ആയിപ്പോയി. അപ്പോൾ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനനുസരിച്ച് പ്ലാനിൽ പിന്നെ ചെറിയ ചേഞ്ചൊക്കെ വരുത്തും. വേണമെങ്കിൽ റൂമിൻ്റെ സൈസൊക്കെ കുറയ്ക്കും, ഒരു റൂം ചിലപ്പോൾ നമ്മൾ ഒഴിവാക്കും. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ഓണർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള എമൗണ്ടിലേക്ക് നമ്മളത് മാറ്റണം. അപ്പോൾ ഒന്നാമത്തെ പർപ്പസ് അതാണ്. ഓണറുടെ ഒരു റേഞ്ചിലുള്ള ഫണ്ട് നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ നെക്സ്റ്റ് വൺ, സെക്കൻഡ് വൺ, to ascertain the quantities of materials required in order to program the timely procurement. മെറ്റീരിയൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടും അതിനനുസരിച്ചുള്ള ഒരു ടൈംലി പ്രൊക്യൂർമെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് തേർഡ് വൺ, ടു കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് വർക്കേഴ്സ്. ഏതൊക്കെ വർക്കേഴ്സ് നമുക്ക് വേണം? അതിപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഫസ്റ്റ് നമ്മൾ എർത്ത് വർക്ക് എടുക്കാൻ ഒരാൾ, അതിനുശേഷം ബ്രിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റീൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി, പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, വുഡ് വർക്ക്, അതിനൊക്കെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വർക്കേഴ്സിനെ അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ കാറ്റഗറീസ് ഓഫ് വർക്കേഴ്സ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എസ്റ്റിമേഷൻ നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ, ടു അസസ് ദ റിക്വയർമെൻറ്റ് ഓഫ് ടൂൾസ്, പ്ലാൻസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ വർക്ക്. ഓക്കെ, ഏതൊക്കെ ടൂൾസാണ്, പ്ലാൻസ് ആണ്, എക്യുപ്മെൻറ്റ്സ് ആണ് നമ്മുടെ വർക്കിന് വേണ്ടത്? ഇപ്പോൾ വലിയ വലിയ ലാർജ് ബിൽഡിങ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യും, ഒരുപാട് ലാർജ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ. അപ്പം ഓരോന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കുക അല്ലേ. ഇപ്പോൾ ചെറിയ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ ചെറിയൊരു കോൺക്രീറ്റ് മിക്സറൊക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മളവിടെ മിക്സിംഗ് ഒക്കെ നടത്തുക.
അതിന് പകരം വലിയ വർക്കൊക്കെയാണെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനനുസരിച്ച് എക്യുപ്മെൻറ്റ്സ് ഒക്കെ മാറുമല്ലോ. അപ്പം അതിനനുസരിച്ച് എന്തൊക്കെ ടൂൾസ്, പ്ലാൻസ്, എക്യുപ്മെൻറ്റ്സ് ഒക്കെ വേണം എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് യൂസ് ആവും. നെക്സ്റ്റ് വൺ, ടു ഫിക്സ് അപ്പ് ദ കംപ്ലീഷൻ പീരിയഡ് ഫ്രം ദ വോളിയം ഓഫ് വർക്ക് ഇൻവോൾവ് ഇൻ ദ എസ്റ്റിമേറ്റ്. അപ്പോൾ നമ്മുടെ ഈ വോളിയം ഓഫ് വർക്ക് വെച്ചിട്ട് കംപ്ലീഷൻ പീരിയഡ് അല്ലെങ്കിൽ എത്രത്തോളം ടൈം എടുക്കും ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ, ടു ഡ്രോ അപ്പ് എ കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ ആൻഡ് പ്രോഗ്രാം ആൻഡ് അറേഞ്ച് ദ ഫണ്ട് അക്കോർഡിംഗ് ടു ഷെഡ്യൂൾ. അപ്പം എസ്റ്റിമേറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്ത് വയ്ക്കാം. അതിനനുസരിച്ച് നമുക്ക് ഫണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എല്ലാവർക്കും എപ്പോഴും ഫുൾ ഫണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വർക്ക് ഷെഡ്യൂൾ ചെയ്യുക. അപ്പം ആദ്യം ഈ വർക്ക് ചെയ്യാം, അപ്പോൾ അതിന് ഇത്ര റേറ്റ് മാറ്റി വയ്ക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം വർക്ക് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ ഫണ്ട് അറേഞ്ച് ചെയ്ത് വെക്കുക. അതിന് വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ, ടു ഇൻവൈറ്റ് ടെൻഡേഴ്സ് ആൻഡ് പ്രിപ്പയർ ബിൽസ് ഫോർ പേയ്മെൻറ്റ്. അപ്പോൾ ഈ ടെൻഡേഴ്സ് വിളിക്കുകയെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ ഗവൺമെൻറ് ഓഫീസസിലൊക്കെ, ഇപ്പം നമ്മുടെ റോഡ് കൺസ്ട്രക്ഷനൊക്കെ ഉണ്ടല്ലോ, ഈ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അവരുടെയൊക്കെ വർക്കിനെന്ന് വെച്ചാൽ അവർ ടെൻഡർ വിളിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. ഇപ്പം എന്തെങ്കിലും ഒരു റോഡ് വർക്കോ ബിൽഡിങ്ങോ എന്തോ ആണെന്ന് വിചാരിച്ചോ, അപ്പം ഗവൺമെൻറ് ഒഫീഷ്യൽസൊക്കെ ടെൻഡേഴ്സ് വിളിക്കുമ്പം നമ്മൾ പുറത്തുള്ള വർക്കേഴ്സാണ്, നമ്മൾ എത്ര എമൗണ്ടിൽ നമുക്കിത് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മൾ ടെൻഡർ വിളിക്കുമ്പോൾ നമ്മൾ കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ആ എസ്റ്റിമേറ്റിലുള്ള എമൗണ്ട് അനുസരിച്ചിട്ടാണ് പിന്നെ ഏതെങ്കിലും ഒരു കോൺട്രാക്ടർക്കൊക്കെ ആ ഒരു വർക്ക് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടെൻഡേഴ്സ് വിളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എസ്റ്റിമേഷൻ യൂസ് ചെയ്യാം. നെക്സ്റ്റ് വണ്ണാണ് വാലുവേഷൻ. ആൻ എസ്റ്റിമേറ്റ് ഫോർ ആൻ എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി ഈസ് റിക്വയർഡ് ഫോർ വാലുവേഷൻ. ഒരു എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടിക്ക് ഇപ്പോൾ എത്ര എമൗണ്ട് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുക. അതാണ് ഈ വാലുവേഷൻ. അപ്പം അതിന് വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാം, എസ്റ്റിമേറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ 8 എണ്ണം. ഈ 8 എണ്ണമാണ് പർപ്പസ് ഓഫ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, എമൗണ്ട് കണ്ടുപിടിക്കാൻ, എത്രത്തോളം എമൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ നെസസറി എമൗണ്ട് ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സെക്കൻഡ് വൺ, മെറ്റീരിയൽസ്, ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് അതിൻ്റെ ടൈംലി പ്രൊക്യൂർമെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. തേർഡ് വൺ, കാറ്റഗറീസ് ഓഫ് വർക്കേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് വർക്കേഴ്സ്. ഫോർത്ത് വൺ, ടൂൾസ്, പ്ലാൻസ്, എക്യുപ്മെൻറ്റ്സ്, അതിൻ്റെ എല്ലാം റിക്വയർമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ്, കംപ്ലീഷൻ പീരിയഡ്, വോളിയം ഓഫ് വർക്ക് വെച്ചിട്ട് കംപ്ലീഷൻ പീരിയഡ് കണ്ടുപിടിക്കുക. പിന്നെ കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് നമുക്ക് ഫണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ടു ഇൻവൈറ്റ് ടെൻഡേഴ്സ് ആൻഡ് ഫോർ വാലുവേഷൻ ഓഫ് ദി എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി. ഇത്രയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് എസ്റ്റിമേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാണ്ടിറ്റി സർവേയിങ് ആണ്. ഓക്കെ, ബേസിക് പ്രിൻസിപ്പിൾസ് ഇത്രയും. ഈ ഒരു ടോപ്പിക്കും കൂടി നമുക്ക് ഇതിൽ വരും. Okay, so next one is basic principles of quantity surveying. First one, each work section shall contain a brief description of the nature and location of work. അപ്പോൾ നമ്മൾ ഒരു ക്വാണ്ടിറ്റി സർവേയിങ്ങിന് നമ്മളൊരു എസ്റ്റിമേറ്റ് എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യുമല്ലോ. അത് പ്രിപ്പയർ ചെയ്യാൻ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മൾ ഏത് വർക്കിനെ കുറിച്ചാണോ നമ്മൾ ക്വാണ്ടിറ്റി സർവേയിങ് ചെയ്യുന്നത്, അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽ നമ്മൾ ഏറ്റവും മുകളിൽ കൊടുക്കണം. ഇപ്പോൾ ഈവൻ നമ്മളൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എക്സൽ ഷീറ്റിലൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ മുകളിൽ അതിനെക്കുറിച്ചുള്ളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. അതായത് എന്താണ് വർക്ക്. ഇപ്പം പലതില്ല. ഇപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആവും, അല്ലെങ്കിൽ ചിലപ്പോൾ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആവും. അങ്ങനെ ഇപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് വെച്ചാൽ വീടൊക്കെ വരും, കൊമേഴ്ഷ്യൽ ആണെങ്കിൽ ഷോപ്പ്, അങ്ങനത്തെ കാര്യങ്ങൾ വരും. അപ്പോൾ നേച്ചർ എന്ന് പറയുന്നത് അതാണ്, ഏതാണ് നമ്മുടെ ടൈപ്പ് ഓഫ് ബിൽഡിംഗ്. ഇപ്പോൾ വീടാണെങ്കിൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെന്ന് കൊടുക്കുക. അതിൻ്റെ ലൊക്കേഷൻ, ഏത് സ്ഥലത്താണ് അതുള്ളത്, അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക. അതാണ് ഏറ്റവും ഫസ്റ്റത്തെ കാര്യം. എന്താ, ഈ വർക്കിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, work shall be measured net
ആസ് ഫിക്സഡ് ഇൻ അയ്യോ ബാക്കി ഞാൻ എഴുതിയിട്ടില്ലല്ലോ, അത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ആൻഡ് നെക്സ്റ്റ് മെഷർ ദ ഫുൾ വർക്ക് ഏരിയ ആൻഡ് അഡ്ജസ്റ്റ് ഡിഡക്ഷൻസ് ലേറ്റർ. അടുത്ത പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഫുൾ വർക്ക് ഏരിയനെ നമ്മൾ മെഷർ ചെയ്യും, അതിന് ശേഷമാണ് നമ്മൾ ഡിഡക്ഷൻസ് ചെയ്യുക. പിന്നെ അടുത്തത് items which are to be measured by area shall state the thickness or such other information as may be approximate. അതായത് ഏരിയ ആയിട്ട് മെഷർ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും, അവിടെ നമ്മൾ എന്ത് ചെയ്യും, തിക്നെസ്സും കൂടി കൺസിഡർ ചെയ്യും. എക്സാമ്പിളാണ് പ്ലാസ്റ്ററിങ്. പ്ലാസ്റ്ററിങ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, നമ്മൾ വാൾസൊക്കെ തേക്കുക, അപ്പം അത് നമ്മൾ ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഐറ്റംസ് വിച്ച് ആർ ടു ബി മെഷേർഡ് ബൈ ഏരിയ വെച്ച്, അതായത് പ്ലാസ്റ്ററിങ് നമ്മൾ ഏരിയ ആണ് കൺസിഡർ ചെയ്യുക. അക്കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ തിക്നെസ്സും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഐറ്റംസ് വിച്ച് ആർ ടു ബി മെഷേർഡ് ബൈ ലെങ്ത് ഓർ ഡെപ്ത് ഷാൽ സ്റ്റേറ്റ് ദ ക്രോസ് സെക്ഷണൽ സൈസ് ആൻഡ് ഷേപ്പ്. പിന്നെ ഈ ലെങ്ത്ത് എന്നൊക്കെ പറയുന്നത് വാളിൻ്റെ ലെങ്ത്താണ്. നമ്മൾ ഇപ്പോൾ റൂമിൻ്റെ സൈസൊക്കെ ആണെങ്കിൽ ഒരു സൈഡിലുള്ള വാളിൻ്റെ ലെങ്ത്തൊക്കെ അല്ലേ നമ്മൾ നോക്കുക. അപ്പം ഈ മെഷേർഡ് ഐറ്റംസ് വിച്ച് ആർ ടു ബി മെഷേർഡ് ബൈ ലെങ്ത് എന്ന് പറയുന്നത് അതൊക്കെയാണ്. അപ്പോൾ ലെങ്ത്ത് വെച്ച് മെഷർ ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ലെങ്ത് ഓർ ഡെപ്ത് ആണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ അതിൻ്റെ സൈസും അതിൻ്റെ ഷേപ്പും കൂടി നമ്മൾ സ്റ്റേറ്റ് ചെയ്യണം. പിന്നെ ഐറ്റംസ് വിച്ച് ആർ ടു ബി മെഷേർഡ് ബൈ വെയ്റ്റ് ഷാൽ സ്റ്റേറ്റ് ദ മെറ്റീരിയൽ തിക്നെസ് ആൻഡ് യൂണിറ്റ് വെയ്റ്റ്. അതേപോലെ വെയ്റ്റ് മെഷർ ചെയ്യാനുള്ളതിൻ്റെ കൂടെ നമ്മൾ അതിൻ്റെ തിക്നെസ്സും അതിൻ്റെ യൂണിറ്റ് വെയ്റ്റും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ദെൻ പീസസ് ഓഫ് വർക്ക് ഷാൽ ബി ടേക്കൻ ഇൻ നമ്പേഴ്സ്. അതായത് നമ്മളുടെ ബിൽഡിങ്സിൽ ഡോർസ്, വിൻഡോസ്, അതൊക്കെ നമ്മൾ നമ്പേഴ്സിലാണ് പറയുക അല്ലേ, എത്ര ഡോറുണ്ട്, എത്ര വിൻഡോസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. അതാണ് പീസസ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ നമ്പേഴ്സിലാണ് എടുക്കുക. പിന്നെ അടുത്തതാണ് പൈപ്പ് വർക്ക്. For items of pipe work, it shall be stated whether the diameter is internal or external. അപ്പോൾ പൈപ്പ് വർക്കിനൊക്കെ നമ്മൾ ഡയമീറ്ററും കൂടി നമ്മൾ കൺസിഡർ ചെയ്യും അല്ലേ. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഒരു ബിൽഡിങ്ങിൽ ഒരുപാട് സൈസുള്ള പൈപ്പുകൾ നമ്മൾ യൂസ് ചെയ്യും. ഇപ്പോൾ വാട്ടർ ടാങ്കിനൊക്കെ ചെറിയ പൈപ്പും വലിയ പൈപ്പും ഒക്കെ യൂസ് ചെയ്യും. ഇപ്പോൾ പൈപ്പ് വർക്കിന് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഡയമീറ്ററും കൂടി സ്പെസിഫൈ ചെയ്യണം, ഏതൊക്കെ ഡയമീറ്ററുള്ള പൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന്. പിന്നെ നെക്സ്റ്റ് മാസ് വോളിയംനെസ് വർക്ക് ഷാൽ ബി മെഷേർഡ് ഇൻ വോളിയം. അപ്പം മാസ് വോളിയംനെസ് വർക്ക് ആണെങ്കിൽ നമ്മൾ ക്യൂബിക് മീറ്റേഴ്സിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ തിൻ, ഷാലോ ആൻഡ് സർഫസ് വർക്ക് ഷാൽ ബി മെഷേർഡ് ഇൻ ഏരിയ സ്പെസിഫൈങ് ദ തിക്നെസ്. അത് നമ്മൾ നേരത്തെ ഓൾറെഡി ഒന്ന് പറഞ്ഞു. നമ്മൾ പ്ലാസ്റ്ററിങ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ, ഏരിയ കൺസിഡർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ തിക്നെസ്സും കൂടി കൺസിഡർ ചെയ്യും. അപ്പോൾ ഇവിടെ അതേപോലെ സർഫസ് വർക്ക് ആണെങ്കിൽ നമ്മൾ ഏരിയ ആണ് കൺസിഡർ ചെയ്യുക, അതിൻ്റെ കൂടെ നമ്മൾ അതിൻ്റെ തിക്നെസ്സും കൂടി സ്പെസിഫൈ ചെയ്യണം. നെക്സ്റ്റ് ലോങ് ആൻഡ് തിൻ വർക്ക് ഷാൽ ബി മെഷേർഡ് ഇൻ ലെങ്ത്. ലോങ് ആൻഡ് തിൻ വർക്ക് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ലെങ്ത് ആയിരിക്കും മെഷർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് റിക്വയർഡ് ടു ഇൻക്ലൂഡ് ലേബേഴ്സ്, മെറ്റീരിയൽസ്, ഗുഡ്സ് ആൻഡ് പ്ലാന്റ് ആൻഡ് ഓൾ അസോസിയേറ്റഡ് കോസ്റ്റ് ഫോർ ഫിക്സിംഗ്, അസംബ്ലിംഗ് എക്സെട്ര. പിന്നെ ഓരോ വർക്കിൻ്റെയും ഫിക്സിങ്ങിനും അസംബ്ലിങ്ങിനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, മെറ്റീരിയൽസ്, ലേബേഴ്സ് ഒക്കെ മാറില്ലേ, അപ്പോൾ നമ്മൾ അതിനെയും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറയുന്നത്. നമുക്കൊന്നും കൂടി പറയാം. അപ്പം ഈച്ച് വർക്ക്, ഓരോ വർക്കിനും അതിൻ്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം, അതിൻ്റെ നേച്ചർ ഉണ്ടായിരിക്കണം, അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം. പിന്നെ വർക്ക് നമ്മൾ മെഷർ ചെയ്യുന്നത് ഫുൾ വർക്ക് ഏരിയയിലാണ്. ആൻഡ് ദെൻ നമ്മൾ അതിൽ ഡിഡക്ഷൻസ് നമ്മൾ പിന്നീട് ചെയ്യും. അതായത് നമ്മൾ എപ്പോഴാണെന്ന് വെച്ചാൽ എന്താ ഇപ്പോൾ പറഞ്ഞുതരാം, എസ്റ്റിമേറ്റ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പം ഒരു വാളാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു വാളിൻ്റെ പ്ലാസ്റ്ററിങ് ആണെന്ന് വെച്ചോ, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണേ. അപ്പോൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ആ വാളിൽ ഒരു ഡോർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഡോറിന് ഒരു പ്രോപ്പർ സൈസ് ഉണ്ടാവുമല്ലോ. പക്ഷെ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാൻ സമയത്ത് ആദ്യമേ ആ ഡോർ ഒഴിവാക്കില്ല. ആ ഒരു ഫുൾ വാളിനെ നമ്മൾ കൺസിഡർ ചെയ്യും, അതിൻ്റെ മൊത്തം ഏരിയ കാൽക്കുലേറ്റ് ചെയ്യും. അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആ ഒരു ഡോറിൻ്റെ പോർഷൻ നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നത്, മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ ഫുൾ വർക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യും,
അതിന് ശേഷമാണ് നമ്മൾ നെസസറി ഡിഡക്ഷൻസ് ചെയ്യുക. ഓക്കെ. പിന്നെ വരുന്നതാണ് ഏരിയ ഒക്കെ മെഷർ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ തിക്നെസ്സും കൂടി നമ്മൾ കൺസിഡർ ചെയ്യും. ലെങ്ത് വൈസ് ആണ് അല്ലെങ്കിൽ ഡെപ്ത് വൈസ് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സൈസ്, ഷേപ്പ് എല്ലാം നമ്മൾ സ്പെസിഫൈ ചെയ്യുക. പിന്നെ വെയ്റ്റ്, ഐറ്റംസ് വിച്ച് ആർ ടു ബി മെഷേർഡ് ബൈ വെയ്റ്റ് ആണെങ്കിൽ അതിൻ്റെ കൂടെ അതിൻ്റെ തിക്നെസ്സും യൂണിറ്റ് വെയ്റ്റും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ പീസസ് ഓഫ് വർക്ക് ആണെങ്കിൽ നമ്മൾ നമ്പേഴ്സ് ആയിട്ടാണ് എടുക്കുക. പൈപ്പ് വർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഡയമീറ്ററും കൂടി സ്പെസിഫൈ ചെയ്ത് പോകണം. പിന്നെ സർഫസ് വർക്ക് ആണെങ്കിൽ സർഫസ് വർക്ക് നമ്മൾ ഏരിയ ആയിട്ടാണ് മെഷർ ചെയ്യുക. അതിൻ്റെ കൂടെ അതിൻ്റെ തിക്നെസ് സ്പെസിഫൈ ചെയ്യണം. പിന്നെ ലോങ് ആൻഡ് തിൻ വർക്ക് ആണെങ്കിൽ അത് നമ്മൾ ലെങ്ത് ആണ് മെഷർ ചെയ്യുന്നത്. പിന്നെ അസംബ്ലിങ്ങിനും ഫിക്സിങ്ങിനും എല്ലാമുള്ള ലേബേഴ്സ്, മെറ്റീരിയൽസ് അതിനെയെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഇത്രയും ആണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാണ്ടിറ്റി സർവേയിങ്. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ക്വാണ്ടിറ്റി സർവേയിങ്. എസ്റ്റിമേഷൻ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആണ്. ക്വാണ്ടിറ്റി സർവേയിങ് എന്താണെന്ന് നമ്മൾ നോക്കി. ആൻഡ് എവിടെ എസ്റ്റിമേറ്റ് എന്താണെന്ന് നമ്മൾ നോക്കി. പിന്നെ പർപ്പസ് ഓഫ് എസ്റ്റിമേറ്റ് നമ്മൾ നോക്കി. ആൻഡ് ദെൻ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാണ്ടിറ്റി സർവേയിങ് എന്താണെന്ന് നമ്മൾ നോക്കി. അപ്പോൾ എന്തായിരുന്നു ക്വാണ്ടിറ്റി സർവേയിങ്? ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ടേം ഓർ പ്രോസസ് യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ടു ടേക്ക് മെഷർമെൻറ്റ്സ് ഓഫ് സിവിൽ വർക്ക്, പ്രിപ്പയർ സ്പെസിഫിക്കേഷൻസ് ആൻഡ് എസ്റ്റിമേറ്റ് ദ കോസ്റ്റ് ഓഫ് വർക്ക്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ക്വാണ്ടിറ്റി സർവേയിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. എന്തൊക്കെയാണ്? വർക്കിൻ്റെ മെഷർമെൻറ്റ്സ് നമ്മൾ എടുക്കും, സ്പെസിഫിക്കേഷൻസ് പ്രിപ്പയർ ചെയ്യും, എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യും. അങ്ങനെ ആ ഹോൾ പ്രൊജക്റ്റിൻ്റെ എല്ലാ മെഷർമെൻറ്റ്സും നമ്മൾ എടുക്കും. എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ നമ്മളുടെ പ്ലാൻ, ഡ്രോയിങ്സ്, സെക്ഷൻ പ്ലാൻസ്, സെക്ഷൻ, എലിവേഷൻ, സ്പെസിഫിക്കേഷൻ അതെല്ലാം വെച്ചിട്ട് നമ്മൾ ക്വാണ്ടിറ്റി ആൻഡ് കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ് എസ്റ്റിമേറ്റിൽ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ പർപ്പസ് നമ്മൾ പറഞ്ഞു, എമൗണ്ട് കണ്ടുപിടിക്കാൻ, മെറ്റീരിയൽസ്, കാറ്റഗറീസ് ഓഫ് വർക്കേഴ്സ്, ടൂൾസ്, പ്ലാൻസ്, എക്യുപ്മെൻറ്റ്സ്, കംപ്ലീഷൻ പീരിയഡ്, കൺസ്ട്രക്ഷൻ ഷെഡ്യൂള്, ടെൻഡേഴ്സ് ഇൻവൈറ്റ് ചെയ്യാൻ, അതിനെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് വന്നതാണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാണ്ടിറ്റി സർവേയിങ്. ഓക്കെ, ദിസ് ഈസ് all about it.